Next, we have the topic directional derivative. Okay, അപ്പോൾ directional derivative എന്താണെന്ന് പറയുന്നത് നമുക്ക് gradient vector ഒക്കെ നമുക്ക് introduce ചെയ്യേണ്ടതുണ്ട്. So, gradient vector. The gradient vector, or we call gradient of f of xy at a point p naught of x naught y naught is the vector del f of at the p naught equal to dou f by dou x at the p x naught y naught I cap plus dou f by dou y at x naught y naught j cap. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈയുടെ ഗ്രേഡിയന്റ് വെക്ടർ അറ്റ് ദി പോയിന്റ് പി നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡെൽ എഫ്. ഓക്കെ, ഗ്രേഡിയന്റ് എന്നാൽ ഡെല്ലാണ് നമ്മൾ ഗ്രേഡിയന്റ് എന്ന് നമ്മൾ മീൻ ചെയ്യുന്നത്, ഡെൽ. ഇപ്പോൾ ഗ്രേഡിയന്റ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ എഫ് അറ്റ് ദി പോയിന്റ് പി നോട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഒരു വരട്ട് പി നോട്ട് ചെയ്യാൻ കാരണം. ദാറ്റ്സ് ഈക്വൽ ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഐ ക്യാപ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ജെ ക്യാപ് വരും. So, for the function f of xyz of three variable, the gradient vector of the function f of xyz at the point p naught x naught y naught z naught is the vector del f at the point p naught equal to dou f by dou x at the point p naught I cap plus dou f by dou y at the point x naught y naught z naught is p naught j cap plus dou f by dou z at the point x naught y naught z naught കെ ക്യാപ്പ് വരും. ഓക്കെ, അപ്പം ത്രീ വേരിയബിൾ ആകുമ്പോൾ നമുക്ക് ഐ ക്യാപ്പ് ജെ ക്യാപ്പും കെ ക്യാപ്പും വരും. ഓക്കെ, അപ്പൊ ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ ക്യാപ്പ് ആണ് നമ്മളുടെ ഡെൽ എന്ന് പറഞ്ഞാൽ. ദ സിമ്പിൾ ഡെൽ ദാറ്റ് ഡിനോട്ട്സ് ദി വെക്ടർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ, ദാറ്റ് ഡിനോട്ട് ദി വെക്ടർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് ഡെൽ ഈക്വൽ ടു ഐ ഇൻറ്റു ഐ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. ഇവിടെ എഫ് ഇല്ല, എഫ് ഒഴിവാക്കണം. ഓക്കെ, ഡെൽ ഈക്വൽ ടു ഐ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ വരും. ഓർ നമ്മൾ എക്സ് വൈ സെറ്റിന്റെ കേസിൽ എന്ത് വരും? ഡെൽ ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ്. ഇവിടെ എഫ് ഒഴിവാക്കണം കാരണം ഡെൽ എഫ് ആണ് ഈ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ എഫ് ബൈ ഡോ സെറ്റ് കെ ക്യാപ് വരാം. ഡെല്ല് മാത്രമോ എഫ് നമുക്ക് അവിടെ ആവശ്യമില്ല. is an inverted capital Greek delta is called del or nabla. Okay, നമ്മൾ del എന്ന് വിളിക്കും അല്ലെങ്കിൽ nabla എന്ന് വിളിക്കും. The vector del f is usually read as gradient f. അപ്പോൾ gradient of a function ആണ് നമ്മൾ del f ഡിനോട്ട് ചെയ്യുന്നത്. സോ del f നമ്മൾ വിളിക്കുന്നത് ഗ്രാഡ് f എന്നാണ് അതിനെ സിംപ്ലി നമ്മൾ വിളിക്കുക. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഗ്രേഡിയന്റ് ഓഫ് ഫംഗ്ഷൻ എഫ് അറ്റ് ദി പോയിന്റ് 2 0 where f of xy equal to x into e raised to y plus cos xy. ഇപ്പൊ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇതാണ്, അതിന്റെ ഗ്രേഡിയന്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, ഗ്രേഡിയന്റ് വെക്ടർ കണ്ടുപിടിക്കണം അറ്റ് ദി പോയിന്റ് 2 0. ഓക്കെ, വി ഹാവ് ഡെൽ എഫ് അറ്റ് ദി പോയിന്റ് 2 0 ഈക്വൽ ടു എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് ദി പോയിന്റ് 2 0 ഐ ക്യാപ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് ദി പോയിന്റ് 2 0 ജെ ക്യാപ്പ് ആണ്. എഫ് നമുക്കറിയാവുന്ന അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് എന്താണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഡോ എഫ് ബൈ ഡോ വൈ ആണ് എന്താണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. So we get dou f by dou x at the point 2 0 equal to എന്തിരും e raised to y minus y sin xy at the point 2 0. that is നമ്മൾ x ന് പകരം 2ഉം y ക്ക് പകരം 0ഉം കൊടുക്കുമ്പോൾ e raised to 0 minus 0 that's equal to e raised to 0 പറഞ്ഞാൽ 1 ആയിട്ട് മാറും. then dou f by dou y at the point 2 0 എന്തിരും x into e raised to y minus x into sin xy at the point 2 0. that's equal to 2 into e raised to 0 minus 2 into 0 വരും. that is 2 into e raised to 0. e raised to 0 ആണ് 1 ആണ്. then 2 into 1 equal to 2 വരും. Hence, the gradient vector of the function f at the point 2 0 is equal to del f at the point 2 0 equal to നമുക്ക് എന്തിരും dou f by dou x at the point 2 0 I cap plus dou f by dou y at the point 2 0 j cap. that is നമുക്ക് dou f by dou x is equal to 1 ഇട്ടിട്ടുണ്ട്. that is 1 into I cap plus 2 into j cap. that is I plus 2 j cap വരും. okay, then a generalization of partial differentiation, that is directional derivative. that is the directional derivative of a function f at the point p naught of x naught y naught in the direction of a unit vector u equal to cos theta I cap plus sin theta j cap is the number d. that is നമ്മൾ വിളിക്കുക directional derivative of f at the direction of u at the point p naught. that is du of f at the point p naught equal to limit h tending to 0 f of x naught plus h into cos theta y naught plus h into sin theta minus f of x naught y naught divided by h provided the limit exist. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എഫിന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് ദി പോയിന്റ് പി നോട്ട് കണ്ടുപിടിക്കണം. ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്ടർ യു ഈക്വൽ ടു എന്താണ്? ഡി എഫ് ഓഫ് യു അറ്റ് ദി പോയിന്റ് പി നോട്ട്. ദാറ്റ് ഈസ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ എഫ്
in the direction of the unit vector u at the point p naught equal to limit h tending to 0 f of x naught plus h into cos theta y naught plus h into sin theta minus f of x naught y naught divided by h. അവിടെ എന്താണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ അറ്റ് ദി പോയിന്റ് പി നോട്ട് ഈക്വൽ ടു 1 2 ഇൻ ദി ഡിറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്ടർ യു ഈക്വൽ ടു 1/√2 i cap plus 1/√2 j cap. നമുക്ക് എന്താണ് ഈ ഫംഗ്ഷന്റെ ഡിറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്ടർ യു അറ്റ് ദി പോയിന്റ് 1 2. ഓക്കെ, ഹിയർ എക്സ് നോട്ട് വൈ നോട്ട്, ദാറ്റ് ഇസ് ദ പോയിന്റ് പി നോട്ട് ഈക്വൽ ടു എന്താണ് 1 2 ആണ്. ആൻഡ് ദ യൂണിറ്റ് വെക്ടർ യു ഈക്വൽ ടു കോസ് തീറ്റ ഐ cap പ്ലസ് സൈൻ തീറ്റ j cap എന്താണ് 1/√2 i cap plus 1/√2 j cap ആണ്. Hence df by ds at the direction of u at the point p not equal, നമ്മൾ directional derivative നമ്മൾ ഈ രൂപത്തിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്, ഈ രൂപത്തിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. That is limit h tending to 0 f of x naught plus h into cos theta plus y naught plus h into sin theta minus f of x naught y naught divided by h. നമുക്ക് ഇതിൽ എല്ലാ സംഭവം നമ്മൾക്ക് അറിയാവുന്നതാണ്. Then നമ്മൾ നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then we get limit h tending to 0 f of 1 plus h into 1/√2 2 plus h into 1/√2 minus f of 1 2 divided by h. Then f of x y എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. f of x y equal to x square plus x y ആണ്. Then f of 1 plus h by h into 1/√2 2 plus h into 1/√2 എന്തായിട്ട് മാറും 1 plus h by √2 square plus 1 plus h by √2 into 2 plus h by √2 minus f of 1 2 equal to 1 square plus 1 into 2 divided by h വരും. That is limit h tending to 0. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. Then we get 1 plus 2h by √2 plus h square by 2 plus 2 plus 3h by √2 plus h square by 2 minus 3 വരും. ഓക്കെ, then we get നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സോൾവ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെ എന്തുണ്ട് 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 1 plus 2 3 ആയിട്ട് മാറും, ഇവിടുത്തെ -3 ആയിട്ട് ക്യാൻസൽ ചെയ്യും. ഇവിടെ 2h by √2 ഉണ്ട്, ഇവിടെ എത്ര ഉണ്ട് 3h by √2 എന്തായിട്ട് മാറും 5h by √2 ആയിട്ട് മാറും. ഇവിടെ h square by 2 ഉണ്ട്, ഇവിടെ h square by 2 ഉണ്ട്. h square by 2 plus h square by 2 ആണ് എന്ത് വരും h square വരും. That is limit h tending to 0 5h by √2 plus h square by h. That's equal to ലിമിറ്റ് നമ്മൾ കൊടുക്കുക. ലിമിറ്റിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടും. ലിമിറ്റ് h tending to 0 5 by √2 plus h. ലിമിറ്റ് h tending to 0 5 by √2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് 5 by √2 വരും. This equal to 0 പോകും. Then we get 5 by √2 വരും. Hence the rate of change of f of xy equal to x square plus xy at the point p naught of 1 2 in the direction of the unit vector u equal to 1/√2 i cap plus 1/√2 j cap is 5√2. അതിന്റെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്നാൽ 5/√2 കിട്ടും. ഓക്കെ, ഒരു റിമാർക്ക് വരുന്നുണ്ട്. The directional derivative is generalization of a partial derivation sin theta equal to 0 implies that vector u equal to cos theta I cap plus sin theta j cap. sin theta 0 ആയതുകൊണ്ട് നമുക്ക് എന്തുവരും cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. Then നമുക്ക് എന്തുവരും I cap എന്ന് കിട്ടും. Then directional derivative of f in the direction of I at the point xy എന്തുവരും limit h tending to 0 f of x plus h into y minus f of xy by h. ഇത് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ പാർഷ്യൽ ഡെറിവേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാർഷ്യൽ ഡെറിവേഷൻ ഒരു ജനറൽ ഫോം ആണ്. വെൻ തീറ്റ ഈക്വൽ ടു π/2 ആകുമ്പം കോസ് π/2 0 മാറും, സൈൻ π/2 1 ആയിട്ട് മാറും. ദെൻ വെക്ടർ യു എന്തായിട്ട് മാറും ജെ ക്യാപ്പ് വരും. ദെൻ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജെ അറ്റ് ദി പോയിന്റ് എക്സ് വൈ ഈക്വൽ ടു എന്തുവരും ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് വൈ ബൈ എച്ച്. ഇതെന്താണ് നമ്മളുടെ പാർഷ്യൽ ഡെറിവേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഐ ക്യാപ്പ് എന്താണ് പാർഷ്യൽ ഡെറിവേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജെ ക്യാപ്പ് എന്താണ് പാർഷ്യൽ ഡെറിവേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് ടോപ്പിക് റിലേഷൻ ബിറ്റ്വീൻ ഡെറിവേറ്റീവ് ആൻഡ് ഗ്രേഡിയന്റ് വെക്ടർ. ഡെറിവേറ്റീവും ഗ്രേഡിയന്റ് വെക്ടറും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ദാറ്റ് ഈസ് ഒരു തിയറം ആണ് വരുന്നത്. ഇഫ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആർ ഡിഫൈൻഡ് അറ്റ് ദി പോയിന്റ് പി നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് വൈ നോട്ട് ആൻഡ് വെക്ടർ യു ഈക്വൽ ടു കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് സൈൻ തീറ്റ ജെ ക്യാപ്, then directional derivative of f in the direction of u at the point p naught equal to del f at the point p naught dot u cap, vector u ആണ് വരിക. That is directional derivative of f at the point p naught in the direction of u cap is given by the scalar product of the gradient f at the point p naught and the unit vector u. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് യു അറ്റ് ദി പോയിന്റ് പി നോട്ട് എന്താണ് ഗ്രേഡിയന്റ് വെക്ടർ അറ്റ് ദി പോയിന്റ് പി നോട്ട് നമ്മൾ എന്ത് ചെയ്യുക വെക്ടർ യു കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നതാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നാൽ സ്കാലാർ പ്രൊഡക്റ്റ് ആണ്, ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ് കിട്ടുക. ദെൻ ഒരു റിമാർക്കാണ്
directional derivative is scalar product of the gradient vector f അതുപോലെ തന്നെ യൂണിറ്റ് വെക്ടറിന്റെയും അതിന്റെ സ്കാലാർ പ്രൊഡക്റ്റ് ആണ്. Then a remark, the equation of directional derivative of f at the point p naught in the direction of u equal to del f at the point p naught into u vector u ആണ്. Says that the derivative of f in the direction of u vector u at the point p naught is the dot product of u with the gradient vector of f at the point p naught ആണ്. Okay, then ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ പ്ലസ് കോസ് എക്സ് വൈ അറ്റ് ദി പോയിന്റ് 2 0 ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ഈക്വൽ ടു 3 i cap മൈനസ് 4j. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഈ ഡയറക്ഷൻ ഏത് വെക്ടർ എന്റെ ഡയറക്ഷനിൽ അറ്റ് ദി പോയിന്റ് 2 0. ഓക്കെ, ദ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് നമ്മളുടെ തന്നിട്ടുള്ള ഈ വെക്ടർ എ എന്താണ്? യൂണിറ്റ് വെക്ടർ അല്ല, കാരണം അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 വരില്ല. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. ഏതൊരു വെക്ടറിന് കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യാം. സോ ദ യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് ടു ദി വെക്ടർ എ ഈക്വൽ ടു എന്ത് വരും? വെക്ടർ യു ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ബൈ റൂട്ട് ഓഫ് 9 + 16. 9 + 16 എന്ന് പറഞ്ഞാൽ 25 വരും. ദാറ്റ് ഈസ് റൂട്ട് 25 പറഞ്ഞാൽ 5 വരും. ദാറ്റ് ഈസ് വെക്ടർ എ ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5 i cap മൈനസ് 4/5 j cap ആണ് നമ്മൾ തന്നിട്ടുള്ള വെക്ടറിന് കറസ്പോണ്ടിങ് വരുന്ന യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു. Then the partial derivative of f at the 2 0 are dou f by dou x at the point 2 0 equal to എന്തിരും e raised to y minus y into sin xy at the point 2 0 equal to e raised to 0 minus 0, that's equal to 1 വരും. ഇപ്പോൾ dou f by dou y equal to എന്തിരും 2 കിട്ടും. ദെൻ അതിന്റെ ഗ്രേഡിയന്റ് വെക്ടർ ഗ്രേഡിയന്റ് വെക്ടർ ഓഫ് എഫ് അറ്റ് ദി പോയിന്റ് 2 0 ഈക്വൽ ടു എന്തിരും ഡെൽ എഫ് അറ്റ് ദി പോയിന്റ് 2 0 ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് ദി പോയിന്റ് 2 0 i cap പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് ദി പോയിന്റ് 2 0 j cap ഈക്വൽ ടു എന്തിരും i പ്ലസ് 2j വരും. Then by the above theorem നമുക്ക് അറിയാവുന്നതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് പറഞ്ഞാൽ ഗ്രേഡിയന്റ് വെക്ടർ അറ്റ് ദി പോയിന്റ് ഇൻറ്റു ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി യൂണിറ്റ് വെക്ടർ ആണ്. Then the directional derivative of f at the point 2 0 in the direction of vector a is directional derivative of f at the point at the point 2 0 in the direction of u equal to del f at the point 2 0 dot u ആണ്. That is i plus 2j dot 3/5 i minus 4/5 j വരും. അത് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. then we get 3/5 minus 8/5, that's equal to -1. that is directional derivative at the point 2 0 in the direction of the unit vector u equal to -1 ആണ് വന്നിട്ടുള്ളത്. okay, then ഒരു ക്വസ്റ്റ്യൻ, consider the plane that is perpendicular to the xy plane and passes through the point p of 2 1 and q of 3 2. നമുക്ക് എന്ത് ചെയ്യണം? xy പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിൻ ദാറ്റ് ഈസ് ഒരു പ്ലെയിനിന് കൺസിഡർ ചെയ്യണം. ആ പ്ലെയിൻ പ്രത്യേകം xy പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതുപോലെ ഈ പോയിന്റ് p of 2 1 q of 3 2 പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ആൻഡ് what is the slope of the tangent line into the curve in the intersection of the plane with respect to the surface of f of xy equal to 4x square plus y square at the point 2 1 17 in the direction of q. okay, then നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡയറക്ഷൻ ഓഫ് ക്യൂവിന്റെ ഡയറക്ഷനിലുള്ള ആ കേർവ് നമ്മളുടെ ഈ സർഫേസും ഇന്റർസെക്ട് ചെയ്യുന്ന അതിന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് നമുക്ക് കണ്ടുപിടിക്കണം. okay, we want du, that is directional derivative of f in the direction of u at the point 2 1 in the direction of the given vector pq, that's equal to i plus j. but since vector pq is not a unit vector, ഇതെന്താണ് ഒരു യൂണിറ്റ് വെക്ടർ അല്ല, so we normalize it to get the unit vector, that is vector u equal to 1/√2 i cap plus 1/√2 j cap. നമ്മൾ ഇതിനെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുക. that is 1/√2 i cap plus 1/√2 j cap ആണ് വെക്ടർ pq ന് കറസ്പോണ്ടിങ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ. now gradient vector of f equal to എന്ത് വരും? 8x i cap plus 2y j cap വരും. then അതിന്റെ ഗ്രേഡിയന്റ് വെക്ടർ അറ്റ് ദി പോയിന്റ് 2 1 എന്ത് വരും? 16i plus 2j വരും. okay, therefore the required slope is directional derivative of f at the point 2 1 in the direction of u equal to 16i cap plus 2j cap dot 1/√2 i cap plus 1/√2 j cap, that's equal to 16/√2 plus 2/√2, that's equal to 18/√2, that's equal to 18 നമുക്ക് 2 into 9/√2 എഴുതാൻ പറ്റും. then ഇവിടുത്തെ 2 നമുക്ക് റൂട്ടും താഴത്തെ റൂട്ടും കട്ട് ചെയ്ത് പോയാൽ നമുക്ക് അതൊരു 9√2 കിട്ടും. okay, the next വരുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. that is directional derivative of f in the direction of u equal to നമ്മൾ പറഞ്ഞു gradient f dot u ആണ്. that is നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് അറിയാവുന്ന രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞാൽ അതിന്റെ മോഡ് ഇൻറ്റു കോസ് തീറ്റ, that is മോഡ് ഡെൽ എഫ് ഇൻറ്റു മോഡ് വെക്ടർ യു ഇൻറ്റു കോസ് തീറ്റ. that is വെക്ടർ യു എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വെക്ടർ ആണ്. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 വരും. നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് യു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ എന്ന് കൊടുക്കാൻ പറ്റും, സിൻസ് മോഡ് യു ഈക്വൽ ടു 1 ആയതുകൊണ്ട്. ഇറ്റ് റിവീൽസ് ദി ഫോളോവിങ് പ്രോപ്പർട്ടി.
properties. When theta equal to 0, theta 0 when vector u is in the direction of del f, then cos theta equal to 1, and hence the derivative in the direction derivative of f in the direction of u equal to mod del f cos theta equal to cos theta എന്തായിട്ട് മാറും 1 ആണ്, then mod del f വരും. That is at each point p in its domain f increases most rapidly in the direction of the gradient vector del f at the point p. Okay, similarly f decreases most rapidly in the direction of minus del f, that is theta equal to pi ilanu cos theta minus 1 ira. So the direction in the so the derivative in the direction of del f df of u equal to mod del f cos theta equal to minus del f aanu vira, theta pi ആവുമ്പോൾ. Then when theta equal to pi by 2, theta pi by 2 cos pi by 2 is 0. That is vector u is orthogonal to the gradient. Then del f, that is the directional derivative of f at the direction of u equal to mod del f cos pi by 2, that's equal to 0. Hence any direction of the any direction of the vector u orthogonal to the gradient is in the direction of 0 changes f. Okay. Then a remark on the above properties hold in 3 dimensions. So, we have 2 dimensional case, 3 dimensional case, and the properties hold them. Okay, very question. Consider the function f of xy equal to x square by 2 plus y square by 2. Find the direction in which f increases most rapidly at the point 1, 1 and f decreases most rapidly at the point 1, 1. Second question, what are the directions of 0 changes in f at 1, 1? Okay. The gradient vector of f that is del f equal to I cap into dou f by dou x plus j cap into dou f by dou n. f f equal to x square by 2 plus y square by 2 with respect to x with respect to y differentiate then del f equal to x I cap plus y j cap. Therefore first question the function f increases most rapidly in the direction del f at the point 1, 1. The gradient at 1, 1 is equal to del f at the point 1, 1 equal to x I cap plus y j cap at the point 1, 1 equal to I plus j. Its direction u cap equal to vector u equal to del f by mod del f ആണ്, that is I plus j by root 2, that's equal to 1 by root 2 I cap plus 1 by root 2 j cap. Okay, the next നമുക്ക് ഏറ്റവും decrease ചെയ്യുന്ന point ആണ്. The function decreases most rapidly in the direction del f at 1, 1 which is minus vector u ആണ്, that is minus 1 by root 2 I cap minus 1 by root 2 j cap വരും. Okay, next the direction vector n and minus vector n of 0 changes at 1, 1 are the directions orthogonal to del f. Del f orthogonal വരുന്ന പോയിന്റ്സിലാണ് അതിന്റെ 0 വരിക. So let vector n equal to x I cap plus y j cap നമ്മൾ ചൂസ് ചെയ്തു. Then as we suppose that vector n is orthogonal to vector u, vector u ആയിട്ട് vector n orthogonal ആണെങ്കിൽ n dot u equal to 0 വേണം. That is x I cap plus y j dot 1 by root 2 I cap plus 1 by root 2 j cap equal to 0 വരും. That is 1 by root 2 x plus 1 by root 2 y equal to 0. Then we take x is equal to minus 1 by root 2, then y equal to 1 by root 2. Therefore n equal to നമുക്ക് എന്തെടുക്കാൻ minus 1 by root 2 I cap plus 1 by root 2 j cap and minus vector n equal to minus x I cap minus j cap, minus y j cap, that is minus 1 by root 2 I cap minus ഇവിടെ 1 by root 2 മൈനസ് എന്തായിട്ട് മാറും, മൈനസ് മൈനസും പ്ലസ് ആയിട്ട് മാറും. then ഇവിടെ 1 by root 2 I cap minus 1 by root 2 j cap ആണ് വരിക. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക എന്താണ് ഗ്രേഡിയന്റ്, എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഓക്കെ.